ഇത് കെൻവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കേക്ക് മിക്സറാണ്. പല സ്പീഡിൽ കൺട്രോൾ ചെയ്യുന്ന നല്ല പവറുള്ള ഒരു കേക്ക് മിക്സറാണ്. പുള്ളി ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഒത്തിരി മോഡൽസ് ഇവർക്കുണ്ട്. ഇവരുടെ ഒരു 10-15 വർഷം പഴക്കമുള്ളൊരു മോഡലാണ്. ഇത് കറങ്ങാതെ വന്നത് കംപ്ലൈൻ്റായി. ഇതുകൊണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡൊക്കെ അതിനകത്തുണ്ട്. ക്രിസ്റ്റലും ഒരു ഐസിയും കപ്പാസിറ്ററും റെസിസ്റ്ററും എല്ലാം ഉണ്ട്. ഇലക്ട്രോണിക്സ് കൺട്രോൾ വഴിയാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും മോട്ടർ കറങ്ങുന്നതൊക്കെ. വർഷങ്ങൾക്ക് മുമ്പേ അത്രയും നല്ല ടെക്നോളജി ഉള്ള ഒരു മിക്സറാണ്. ഇത് കേക്ക് മിക്സ് ചെയ്യാനും എന്ത് മിക്സ് ചെയ്യാനും ഉപയോഗിക്കാവുന്ന നല്ല പവർഫുള്ളാണ്. ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതാവും. ഇതാണ് അതിൻ്റെ ഐസി. ഈ ഐസിയാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഐസിയുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐസി പോയായിരുന്നു. അത് നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഐസിയാണ്. അത് പ്രോഗ്രാം ഐസിയാണ്, പ്രോഗ്രാം ചെയ്യുന്ന ഐസിയാണ്. അത് ആ പ്രോഗ്രാം തന്നെ ഉള്ളത് വാങ്ങി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സാധനം നമുക്ക് വർക്കാവും. ഇത് മൊത്തത്തിൽ അഴിച്ച് പീസാക്കി അതിൻ്റെ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് ഐസി ഇട്ട് ഇതാണ്ട് വർക്കായി. സാധനം തിരിച്ച് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ബാക്കിയൊക്കെ ഇത്രയും വർഷങ്ങളായെങ്കിലും ആ മോട്ടറിനൊന്നും ഒരു തേയ്മാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മോട്ടറാണ്. നമുക്ക് അതിൻ്റെ പല സ്പീഡിൽ ഇങ്ങനെ അത് മാറ്റുന്നതനുസരിച്ച് സ്പീഡ് കൺട്രോളായി വരുന്ന ഒരു കേക്ക് മിക്സറാണ്. ഹെവിയാണ് സാധനം. കെൻവുഡ് ഈ കമ്പനിക്ക് ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പഴയ മോഡലാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് അഴിച്ച് അതിൻ്റെ ആ സ്ക്രൂകൾ കണ്ടില്ല, ബാക്കിലൊരു 3 സ്ക്രൂ ഉണ്ട്, ഫ്രണ്ടിൽ 3 സ്ക്രൂ ഉണ്ട്. ആ പൊട്ടുപോലെ കാണുന്ന അവിടെയാണ് ആ സ്ക്രൂ കിടക്കുന്നത്. അതിനൊരു അടപ്പുണ്ട്. അതങ്ങ് പൊക്കിയിട്ട് ആ സ്ക്രൂ അങ്ങ് ഇട്ടാൽ മതി. അതിനുശേഷം തിരിച്ച് ഇതിൻ്റെ ബേസ് സ്റ്റാൻഡിലേക്ക് ഇത് മുറുക്കണം. അത് മുറുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നല്ല മെറ്റൽ ബോഡിയാണ്, ഫുള്ള് മെറ്റൽ ബോഡിയാണ്. അതാണ് അതിൻ്റെ സംഗതി. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പ്ലാസ്റ്റിക് ഇത് കവറുണ്ട്. അതിന് ആ കവർ ഇട്ടതിന് ശേഷം ഒരു ചെറിയ ഒരു മെറ്റൽ റാഡുണ്ട്. അതിൻ്റെ സ്വിച്ചസാണ്. അത് ഞെക്കിയാണ് നമ്മൾ അതിനെ പൊക്കുകയും താക്കുകയും ചെയ്യുന്നത്. ഒരിടത്ത് വെച്ചതിന് ശേഷം ഇത് പൊക്കുകയും താക്കുകയും ചെയ്താണ്. ഇത് നമുക്ക് പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് ഞെക്കി പിടിച്ചുകൊണ്ട് ഇത് പൊക്കാം, പിന്നെ അത് താക്കാം. ഇതാണ് അതിൻ്റെ റാഡ്. ആ റാഡിലാണ് ഇത് നിൽക്കുന്നതും. അതിൻ്റെ ലോക്ക് സിസ്റ്റം എല്ലാ റാഡയിലാണ് വരുന്നത്. 2 സ്ക്രൂവും കൂടെ സൈഡിലുണ്ട്. അത് കൃത്തി വിട്ടതിന് ശേഷം അത് മുറിക്കിയാൽ മതി. അപ്പോൾ സെറ്റ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു. സാധനം നല്ല വർക്കിംഗ് ആണ്. അപ്പം ഇത് കുട്ടൊരു സാധനം വന്നാലും നമുക്ക് ഈസിയായിട്ട് സർവീസ് ചെയ്യാവുന്നുള്ളൂ. പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളാണ്. അതിൻ്റെ സ്പെയർ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല.